ഇന്ന് മാധ്യമങ്ങളിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ മണിയമ്പിള്ള രാജു എന്ന് പറയുന്ന നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടുള്ള ഒരു നടനുണ്ട്. അദ്ദേഹം വലിയ അസുഖമായിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ക്യാൻസറാണ്. കൂടാതെ അദ്ദേഹത്തിന് ചിക്കൻ ഗുനിയ ഉണ്ടെന്നൊക്കെ പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്നലെ അദ്ദേഹം ട്രിവാൻഡ്രം ക്ലബിൽ നിന്നും പാർട്ടി കഴിഞ്ഞിറങ്ങിയപ്പോൾ അദ്ദേഹം ഒരു ബൈക്കിൽ പോയ രണ്ട് യുവാക്കളുടെ ബൈക്ക് എന്ത് ചെയ്തു, ഇടിച്ചിട്ടു എന്നുള്ളത് കുഴപ്പമില്ല. ആക്സിഡൻറ്റോ അപകടമൊക്കെ ആർക്കും സംഭവിക്കാം. പക്ഷെ അദ്ദേഹം അതിനുശേഷം വണ്ടി നിർത്താതെ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്ന് മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയാവുകയും ഈ മണിയമ്പിള്ള രാജു ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് മാധ്യമങ്ങളൊക്കെ പറയുകയും ചെയ്തു. പക്ഷെ അപ്പോഴും ചില യൂട്യൂബ് ചാനലുകളൊക്കെ തന്നെ മണിയമ്പിള്ള രാജു നിർത്താതെ പോയത് നന്നായി, കാരണം അങ്ങനെ നിർത്തിയിരുന്നെങ്കിൽ ഇടികിട്ടുന്നൊരു നാടാണ് നമ്മുടേത് എന്നൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ വാസ്തവം എന്താണ് എന്നുള്ളതൊന്ന് പരിശോധിക്കുകയാണ് ഞാനിവിടെ. യഥാർത്ഥത്തിൽ ഈ സംഭവം നടക്കുന്നത് ട്രിവാൻഡ്രം ക്ലബ്ബ് എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ളൊരു ക്ലബ്ബുണ്ട്. അവിടെ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ പോലും വല്ല ധനാഢ്യർക്ക് മാത്രമേ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റൂ. പലപ്പോഴും അവിടെ 10 ലക്ഷം രൂപയിലധികമൊക്കെ കൊടുക്കണം. ഈ ക്ലബ്ബ് ഇതിനു ഫേമസ് ആയിട്ടുള്ളത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. ഒരുപക്ഷെ കോടിയേരി ബാലകൃഷ്ണൻ്റെ അളിയനെ ഒരു ചീട്ടുകളി വെച്ചുകൊണ്ടിരുന്നപ്പോൾ കേരള പോലീസ് തന്നെ പൊക്കി എന്ന് പറഞ്ഞ് വാർത്തയായത് ഇത് ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്നാണ്. ബാക്കി നിരവധി പേരവിടെ ഉണ്ട്, ഞാനവിടെ പോയിട്ടുള്ളതാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു സുബ്രഹ്മണ്യ ഹാൾ എന്ന് പറഞ്ഞ ഹോളുണ്ട്. അപ്പോൾ ആ ഹാളിൽ ഇന്നലെ ഈവനിങ് ഒരു പാർട്ടി നടക്കായിരുന്നു. ആ പാർട്ടി നടക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ശരത് കുമാർ മെമ്മോറിയൽ ടൂർണമെൻ്റ് എന്ന് പറയുന്ന ഒരു ടൂർണമെൻറ്റ്, ഒരു ടെന്നീസ് ടൂർണമെൻറ്റ് അവിടെ നടത്തുന്നുണ്ട്. കഴിഞ്ഞ 3 കൊല്ലമായി നടത്താണ്. ഇത് 3ാമത്തെ കൊല്ലമാണ്. അപ്പോൾ അത് 3ാമത്തെ കൊല്ലമായി നടത്തുന്നത് അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പിണറായി നന്ദു എന്നാണ്. അപ്പോൾ ഈ പിണറായി നന്ദു എന്ന് വിളിക്കുന്നത് അദ്ദേഹം പിണറായിൽ നിന്നുള്ള ആളായതുകൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് പിണറായിയുമായിട്ടുള്ള അടുപ്പം ഇദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് ആളുകൾ അങ്ങനെ വിളിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി അതോ പിണറായിൽ നിന്ന് തന്നെയാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ പിണറായിയോട് അടുപ്പമുള്ള ആൾ എന്നുള്ള നിലക്കാണ് ഇദ്ദേഹം പ്രശസ്തനാവുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ മരണപ്പെട്ടു പോയതുമായി ബന്ധപ്പെട്ട് അതവൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി സ്മരണാർത്ഥമാണ് ഈ ടെന്നീസ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിവിടെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി അടക്കമുള്ള നിരവധി ആളുകൾ അവിടെ പങ്കെടുത്തിരുന്നു. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ പങ്കെടുത്തിരുന്ന ഒരു പാർട്ടിയിൽ നിന്നും ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ പറയുന്ന മണിയമ്പിള്ള രാജുവും ഉണ്ടായിരുന്നു. കാരണം മണിയമ്പിള്ള രാജു നേരെ അത് കഴിഞ്ഞുകൂടെ ഇറങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ XC60 എന്ന് പറയുന്ന വോൾവോ കാർ, ആ വോൾവോ കാറിനൊക്കെ ചില പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ തന്നെ വോൾവോ കാർ എന്ന് പറയുന്നത് ഏറ്റവും സേഫ്റ്റിയുള്ള വാഹനമായിട്ടാണ് അറിയപ്പെടുന്നത്. അത് ഓട്ടോമാറ്റിക്കലി ഓഫാകേണ്ടതൊക്കെയാണ്. അപ്പോൾ ഇനി ഓഫായിട്ടുണ്ടാകും എന്ന് കൂടിയാണ് ഞാൻ വിചാരിക്കുന്നത്, എനിക്കറിയില്ല. പക്ഷേ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഈ കാറിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ബൈക്കുകാർ കുറച്ച് അമിത വേഗത്തിലായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവർ ഈ വണ്ടി ആദ്യം ഒന്ന് ചെറുതായിട്ട് നിർത്തുന്നു. അപ്പോൾ അവർ ഹോൺ അടിച്ചപ്പോൾ അവർ വിചാരിച്ചത് ഈ വണ്ടി നിർത്തും എന്നാണ്. പക്ഷെ അത് നിർത്തിയില്ല. വഴുതക്കാട് ഉള്ള ഇദ്ദേഹം എന്ത് ചെയ്തു, ഉടനെ തന്നെ ഫ്രണ്ടിലേക്ക് എടുത്തു. അപ്പോൾ ഈ ബൈക്കുകാരൻ എന്ത് ചെയ്തു, ഇടിച്ചിട്ടിട്ട് പോയി. അവർ ഒരാളുടെ 2 കാലുകൾ ഒടിഞ്ഞു. കൂടാതെ മറ്റൊരാൾക്ക് നട്ടെല്ലിനു കൂടി വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അത് 2 പേരുടെയും പേരുകൾ നിവേദും സൂരജും എന്നുള്ളതാണ്. അപ്പോൾ ഈ വഴുതക്കാട് വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. ഇതിന് ശേഷം എന്ത് ചെയ്തു, നിർത്താതെ പോയപ്പോൾ ഇദ്ദേഹത്തെ യഥാർത്ഥത്തിൽ പഴയ KSFDCയുടെയൊക്കെ ചെയർമാനായിട്ടുള്ള ശാസ്തമംഗലം മോഹൻ എന്നറിയപ്പെടുന്നത്, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് S വേലായുധൻ നായരാണെന്ന് കേൾക്കുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹം തൊട്ട് ബാക്കിൽ വണ്ടിയായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ മണിയമ്പിള്ള രാജുവിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ വിളിച്ചപ്പോൾ മണിയമ്പിള്ള രാജു അദ്ദേഹത്തോട് എനിക്ക് ഭയമാണ്, നിർത്താൻ പേടിയാണ് എന്ന് പറഞ്ഞ് നേരെ പോയി കളഞ്ഞു. പിന്നെ മണിയമ്പിള്ള രാജു അവകാശപ്പെടുന്നത് മണിയമ്പിള്ള രാജു ഈ ഭയമൊക്കെ ഉണ്ടെങ്കിലും കാറിൽ ഇരുന്ന് ഏതോ ആംബുലൻസ് വിളിച്ചു വരുത്തി അവരെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ മണിയമ്പിള്ള രാജു നൈസായിട്ട് സ്കൂട്ടായി. അപ്പോൾ സ്കൂട്ടായതിന് ശേഷം യഥാർത്ഥത്തിൽ പിറ്റേ ദിവസം ഇദ്ദേഹം 9:30 അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോൾ ഇദ്ദേഹം ഇന്ന് രാവിലെ 9:30 പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാമെന്ന് പറയും. ഇദ്ദേഹം കൃത്യമായി ഹാജരാകുകയും ചെയ്തു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ അസ്വാഭാവികതയൊന്നും തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിലൊരു മര്യാദകേടാണ്. ആ മര്യാദകേട് ഒരു വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ രാത്രിയാണെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഒരു കാര്യം നമ്മൾ ഉണ്ടാകുന്നതിന് പകരം നമ്മൾ നാട്ടുകാരൊക്കെ ഇടിക്കുമെന്ന് പേടിച്ച് അല്ലെങ്കിൽ ഭയചകിതനായി നമ്മൾ പൊയ്ക്കളഞ്ഞു എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നറിയില്ല. പ്രത്യേകിച്ചും മണിയമ്പിള്ള രാജുവിനെ പോലെയാണ്. ഇപ്പോൾ ആരെങ്കിലും സ്ത്രീകളാണ് അല്ലെങ്കിൽ പുതിയതായി വണ്ടി ഓടിക്കാൻ പഠിച്ചവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയമുണ്ടാകും. പക്ഷേ മണിയമ്പിള്ള രാജുവിനൊന്നും ഭയക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും അദ്ദേഹം ഈ പറയുന്ന വലിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം DGP അടക്കം അവരുണ്ടായിരുന്നു എന്നാണ് ഈ പറയുന്ന രമത ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് തൊട്ട് മുമ്പ് വെച്ച് തന്നെയാണ് വേണമെങ്കിൽ അവരെ വിളിച്ചു പറയാം, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു പറയാം. ഒരു 5 മിനിറ്റിനകം പോലീസ് വരും. തൊട്ടടുത്ത ഹോസ്പിറ്റലുകൾ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്ത് രക്ഷപ്പെട്ടു. ഈ രക്ഷപ്പെട്ടതിൻ്റെ പിന്നിലെ പ്രധാന കാരണം
ഈ ഒരു 8 മണിക്കൂറുകൾ കഴിഞ്ഞാൽ താങ്കൾ നമ്മളിപ്പോൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ആ മദ്യപിച്ചത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ മദ്യപിച്ചതിനെ കുറിച്ച് അന്വേഷിച്ചാൽ പോലും കണ്ടെത്താൻ കഴിയുക നമ്മൾ മദ്യപിച്ചിട്ടുണ്ട്, നമുക്ക് ആൽക്കഹോൾ നമ്മുടെ കണ്ടന്റ് ഉണ്ട് ബ്ലഡിൽ എന്ന് കണ്ടെത്താൻ പറ്റും. പക്ഷേ അത് എത്ര അളവിലാണ് എന്നുള്ളത് കൃത്യമായി കണ്ടെത്താൻ പറ്റില്ല. അതായത് നിയമപരമായി നമ്മളെ ശിക്ഷിക്കാൻ പറ്റുന്നതിന് പരിധിയുണ്ട്. അത് സാധാരണ മദ്യപിക്കുന്നവർക്ക് അറിയാത്തതാണ്. അവർ വിചാരിക്കുന്നത് ചെറിയ തോതിൽ മദ്യം കഴിച്ചാൽ പോലും പ്രശ്നമാണെന്നാണ്. അല്ല, നമ്മൾ ചെറിയ തോതിൽ മദ്യം കഴിച്ചാൽ നമ്മളെ ശിക്ഷിക്കാൻ നിയമമില്ല. നമുക്ക് ഈ പറയുന്ന പോലെ ആക്സിഡൻറ്റ് ക്ലെയിം ഒന്നും കിട്ടാതിരിക്കില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ആ പരിധിയിൽ കൂടുതലാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, പോയി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ചെയ്ത അടുത്ത കാര്യമാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം. അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല. കൂടാതെ അദ്ദേഹം എന്ത് ചെയ്തു, ഈ പറയുന്ന ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും മറ്റെവിടെ ഒളിച്ചിരിക്കുകയും പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹം അതേ വാഹനവുമായിട്ട് പോലീസിലെത്തുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ എല്ലാം സേഫ്. പണ്ട് ഈ പറയുന്ന പോലെ ഒരു IAS ഉദ്യോഗസ്ഥൻ ഒരു പത്രപ്രവർത്തകനെ ഇടിച്ചിട്ട് പോയ കാര്യം നമുക്ക് ഓർമ്മയുണ്ടാവും. വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ. ഇതുപോലെ തന്നെ അദ്ദേഹം പോവുകയും അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ എടുക്കാനായിട്ട് പോലീസുകാർ മറന്നു പോവുകയൊക്കെ ചെയ്ത കാര്യം നമുക്കറിയാം. പിന്നെ അദ്ദേഹം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിടന്ന് പിറ്റേ ദിവസം ഡിസ്ചാർജ് ആയിട്ടാണ് മെയിൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നൈസായിട്ട് സ്കിപ്പ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇതിൽ ചിലർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇദ്ദേഹം ഇടി കിട്ടും, പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടി കിട്ടും, ചിലപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ഓടിക്കൂടും, അപ്പോൾ ആളുകളെല്ലാം കൂടി തല്ലും എന്നാണ് പറയുന്നത്. ഈ പറയുന്ന വഴുതക്കാടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന തൊട്ട് ഒരു പാർട്ടി കഴിഞ്ഞിറങ്ങിയേക്കാണ്. ആ പാർട്ടിയിൽ തന്നെ നിങ്ങൾക്കറിയാം, ട്രിവാൻഡ്രം ക്ലബ്ബിൽ തന്നെ വലിയ ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ്, വലിയ എല്ലാ ആളുകളും ഉണ്ട്, ഒരു മന്ത്രിയുണ്ട്. ഇത്തരം ആളുകളിലൊക്കെ ഉള്ളപ്പോൾ ഒന്ന് തിരിച്ച് നടന്ന് വേണമെങ്കിൽ അതിലേക്ക് കയറിയാൽ മതി. അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ വന്ന് ഇടപെടും. നേരത്തെ പറഞ്ഞ പോലെ ശാസ്തമംഗലം മോഹൻ അടക്കമുള്ള ആളുകൾ പുറകിലുണ്ട്. അപ്പോൾ ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഇത് ഇടികിട്ടുമെന്ന് വിചാരിച്ച് ഇറങ്ങിയില്ല എന്നൊക്കെ പറയുന്നത് ചെറിയൊരു അഭ്യാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെയുള്ള VVIPകളൊക്കെ ആകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. പക്ഷേ മണിയമ്പിള്ള രാജു താങ്കൾ ചെയ്തത് വളരെ മോശമായിപ്പോയി. കാരണം ജീവിതത്തിൽ അദ്ദേഹം ഏതാണ്ട് ഇപ്പോൾ ഒരു പ്രായമുള്ള ഒരാളാണ്, നമുക്കെല്ലാം അറിയാം, വലിയ അസുഖം ബാധിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇനിയുള്ള ജീവിതത്തിൽ കുറച്ച് നന്മകളൊക്കെ ചെയ്ത് ഇനി പിടികിട്ടിയാൽ പോലും സ്വന്തം മിസ്റ്റേക്ക് കൊണ്ടോ ഇനി അവരുടെ മിസ്റ്റേക്ക് കൊണ്ടായിക്കോട്ടെ, അവരുടെ മിസ്റ്റേക്ക് ഇതിനകത്തുണ്ട്, കാരണം അവർ ഭയങ്കര ഓവർ സ്പീഡിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കാതെ താങ്കളെ പോലാൽ പോന്ന് കളഞ്ഞത് അങ്ങേറ്റത്തെ മര്യാദകേടായിപ്പോയി. താങ്കളെയൊക്കെ വെളുപ്പിക്കാൻ വേണ്ടി പല ചാനലുകളും പല ആളുകളും ഒക്കെ തന്നെ ഈ പറയുന്ന പോലെ പല വിധത്തിലുള്ള വാർത്തകളും പടച്ചു വിടുന്നുണ്ട്. പക്ഷേ വളരെ മിതമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമായി പോയി. ആ കുട്ടികൾ എന്തായാലും രക്ഷപ്പെട്ടത് ഭാഗ്യം. അല്ലെന്നുണ്ടെങ്കിൽ കുറ്റബോധം കൊണ്ട് താങ്കൾ നീറി പുകഞ്ഞേനെ.